ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അതായത് നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമുണ്ട്. എന്താണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൊല്യൂബിലിറ്റി. മലയാളത്തിൽ പറഞ്ഞാൽ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ എക്സാമിന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നെന്താണ്? യെസ്, സൊല്യൂട്ടിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ലീനത്തിൻ്റെ സ്വഭാവം, അതുമല്ലെങ്കിലോ ലായകത്തിൻ്റെ സ്വഭാവം, സോൾവെൻറ്റിൻ്റെ സ്വഭാവം, അതല്ലെങ്കിലോ ടെമ്പറേച്ചർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് എന്തുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഗ്രാഫ് നമ്മൾ നന്നിട്ട് കീറി മുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ ലൈവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത സാധനമാണ്, അത് ഇവിടെ നിറവേറ്റാൻ പോവുകയാണ്. ഓക്കെ, സോ കമോൺ നോക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ ആരാ മക്കളെ? താപനിലയാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ്. അതിൻ്റെ യൂണിറ്റ് എന്താ? ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി വൈ ആക്സിസിൽ മുകളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? യെസ്, ലേയത്വമാണ് അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി ആണ്. ക്ലിയർ ആണ്? ഗ്രാം പെർ 100 ഗ്രാം വാട്ടറാണ് എന്ത്? അതിൻ്റെ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ കളികൾ. യെസ്, നോക്കടാ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടേക്കാണ്. എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്, 60, 80, 100 അങ്ങനെ കൂടി പോകുന്നു. എന്ത്? ടെമ്പറേച്ചർ. ഇനി നോക്കാം, ആ സമയത്ത് നമ്മൾ ഈ ഒരു റോസ്, പച്ച, നീല, കടുന്നീല, അതൊക്കെ എന്താണ് നമ്മൾ പറയാൻ പോവാം. ശ്രദ്ധിച്ചോ, കറക്റ്റ് കേട്ടോ, ഇപ്പം തന്നെ പഠിച്ചോ. നോക്കാം. എടാ, ഈ നീല കണ്ടങ്ങൾ, ഈ ഒരു ലൈറ്റ് നീല പൊട്ടാസ്യം ക്ലോറേറ്റ് കണ്ടോ? ആ പൊട്ടാസ്യം ക്ലോറേറ്റിൻ്റെ ഗ്രാഫ് കണ്ടങ്ങൾ ലീനിയറായിട്ട് മുകളിലേക്കാണ് പോവുകയാണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്തോറും സൊല്യൂബിലിറ്റിയും അയാളെ കൂടുന്നു അല്ലെങ്കിൽ ലേയത്വവും കൂടുന്നു. രണ്ടാളും ഏകദേശം ഒരുപോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നേർ അനുപാതത്തിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതേ കേസാണ് ആരുടെയും പൊട്ടാസ്യം നൈട്രേറ്റ് കണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അതൊന്നും കൂടെ സ്റ്റീപ്പായിട്ട്, ഒന്നും കൂടെ സ്ലോപ്പ് കൂടിയിട്ട്, ഒന്നും കൂടെ എന്താണ് മുകളിലേക്കാണ്ട് പോവല്ലേ. കണ്ടെങ്കിൽ ഇവിടെ കണ്ടോ വളരെ മികച്ചൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. സോ നമുക്ക് പറയാം വളരെ കൂടുതലാണ് അയാളുടെ എന്ത് ലേയത്വം. ടെമ്പറേച്ചർ കുറച്ച് മാറുമ്പോഴേക്കും ലേയത്വം നന്നായിട്ട് കൂടുന്നു. ആരേക്കാൾ? പൊട്ടാസ്യം ക്ലോറേറ്റിനേക്കാൾ. എൻ്റെ മക്കളെ കറക്റ്റ് മനസ്സിലാക്കണേ. പൊട്ടാസ്യം ക്ലോറേറ്റ് ആണെങ്കിലും പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിലും രണ്ടാളും താപനില കൂടുന്ന സമയത്ത് അവരുടെ സോല്യൂബിലിറ്റി ലേയത്വം കൂടുന്നുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ സോല്യൂബിലിറ്റി കൂടുന്ന ആ റേറ്റ് വളരെ കൂടുതലാണ്. ആരേക്കാൾ? പൊട്ടാസ്യം ക്ലോറേറ്റിനേക്കാൾ. അവിടെ നിൽക്കട്ടെ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ മഞ്ഞയിലേക്ക് വരുന്നു. മഞ്ഞ ബൾബുകൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? അത് നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം. എടാ, പ്രത്യേകിച്ച് ഒരു മാറ്റം ആൾക്ക് വരുന്നില്ല, പ്രത്യേകിച്ച് ഒരു വികാരമില്ല. അയാൾ വിത്തൗട്ട് എനി ഇമോഷൻ, ഒരു ഇമോഷനും ഇല്ലാതെ നിൽക്കുകയാണ് അല്ലേ. താപനില കൂടുന്നു, അതിനെന്ത്? താപനില വീണ്ടും കൂടുന്നു, അതിന് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഉപ്പ് എന്ന് പറയുന്ന ആളിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ പ്രത്യേകിച്ച് അയാളുടെ സോല്യൂബിലിറ്റിക്ക് വലിയ മാറ്റമൊന്നും വരില്ല, ലേയത്വത്തിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള സത്യം, നഗ്നമായ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയറായോ? പല എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപ്പെടുത്തിടാറുണ്ട് സൊല്യൂട്ടായിട്ട്, ലീനമായിട്ട്. എന്താ കാരണം? നമുക്ക് വളരെയധികം പരിചയമുള്ള, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ആളായതുകൊണ്ടാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഈ കഥയിലെ നായകൻ, കഥയിലെ വില്ലൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വില്ലനും നായകനൊക്കെ ഒരാളാണ്. അയാളാണ് കാൽസ്യം സൾഫേറ്റ്. ഇയാളെ കുറിച്ച് എൻ്റെ മക്കൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ. ഇയാൾ അത്ര വെടിപ്പല്ല, ഇയാൾ ആളൊരു തരികടയാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇതില്ലാത്ത കളർ ഏതാ? ഒരു റെഡ് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. നോക്കടാ, ഇയാളെ ഗ്രാഫ് കണ്ടോ? ആദ്യം ഇങ്ങനെ കൂടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുഴപ്പമില്ല അല്ലേ, സാധാരണ ആൾക്കാരെ പോലെ തന്നെയാണ് കൂടി. പക്ഷേ ഒരു 40 അല്ലേ കണ്ടെങ്കിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ നോക്ക് കണ്ടെങ്കിൽ അത് കുറഞ്ഞു കണ്ടോ? കുറയാണ്. അത് ശരി, ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുക, അങ്ങനെ വേറെ ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ല. എല്ലാവരും എന്താ അവസ്ഥ? വളരെ ചെറുതായിട്ടാണെങ്കിലും ചില ആൾക്കാർ എന്താണ് വളരെ കൂടുതൽ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ അയാളുടെ ലേയത്വം വളരെ കൂടുകയാണ്. സോല്യൂബിലിറ്റി. ചില ആൾക്കാർ എന്താണ് ഭയങ്കരമായ കൂടുതലാണ്, ചില ആൾക്കാർ മെല്ലെ കൂടുകയാണ്, ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വികാരമൊന്നുമില്ല, അങ്ങനെ പോവുകയാണ്, കുറയണില്ല. പക്ഷേ കാൽസ്യം സൾഫേറ്റിൻ്റെ കേസ് നോക്കുങ്ങൾ ഒന്നിങ്ങനെ കൂടി വന്നു, പിന്നെ അയാൾ കുറയണു. ടെമ്പറേച്ചർ കൂടുന്നതോടെ അയാൾ കുറഞ്ഞു വരിക. ഇതിനേക്കാൾ വലിയ പ്രശ്നം വേറെ എന്തെങ്കിലും ഉണ്ടോ? യെസ്. അപ്പോൾ ഇങ്ങനെയും ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പറയാം.
അല്ലേ? നോക്കണം. വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് ജനറലി ഒക്കേഴ്സ് ഇൻ സൊല്യൂബിലിറ്റി വിത്ത് എ റൈസ് ഇൻ ടെമ്പറേച്ചർ? സാധാരണ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏകദേശം എല്ലാവരും എന്താണ് സൊല്യൂബിലിറ്റി കൂടല്ലേ, അഥവാ ലേത്തും കൂടല്ലേ ജനറലി? എല്ലാവരും ഇല്ല അല്ലേ? ഇയാൾ എന്താണ് എക്സെപ്ഷനാണ്, ഇയാളും എക്സെപ്ഷനാണ് അല്ലേ? പക്ഷേ സാധാരണഗതിയിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുന്നുണ്ട്. Which is the substance whose solubility decreases with a rise in temperature? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആരുടെ സൊല്യൂബിലിറ്റിയാണ്, ആരുടെ ലേത്വമാണ് കുറയുന്നത്? ഒരേ ഒരു പേര് യെസ്, എന്താണ്? കാൽഷ്യം സൾഫേറ്റ് എന്നുള്ളതാണ് അയാളുടെ പേര്. കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഇനിയോ യെസ്, വിച്ച് സബ്സ്റ്റൻസ് ഷോസ് മാക്സിമം സൊല്യൂബിലിറ്റി അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്? ഗ്രാഫ് നോക്കണേ, ഗ്രാഫ് ഏത് നോക്കണേ? 30 നോക്കണേ. ബാക്കിയെല്ലാം ഞാൻ മായ്ക്കാണ്, ബാക്കി എല്ലാ അലവലാദികളും ഞാൻ മായ്ച്ചു കളയാണ്. നോക്കണം, 30 ഡിഗ്രി സെൽഷ്യസ്. സാർ എവിടെയാണ് 30 ഡിഗ്രി? ഇത് 20 അല്ലേ, ഇത് 40 അല്ലേ? അപ്പോൾ എവിടെയാണ് സാറേ 30? 20യുടെയും 40യുടെയും ഇടയിൽ ഇയാളാണ് 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഗ്രാഫ്. കണ്ടോ ഇത്? ഈ 30 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി കാണിക്കുന്ന ആൾ ആരാണ്? സിമ്പിളി നോക്കുകയാണെങ്കിൽ ഈ 30യുടെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. എവിടെ വര? നമുക്ക് ഗ്രീൻ കൊണ്ട് വരയ്ക്കാം. ഗ്രീൻ വേണ്ടല്ലേ, ഈ കളർ വയ്ക്കാം. അപ്പോൾ 30 ഞാൻ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ഒരു വര ഇങ്ങനെ മേലേക്ക് വരക്കുന്നു. വര. ക്ലിയർ? ഈ വരയിൽ ആരാണ് ഏറ്റവും കൂടിയ സൊല്യൂബിലിറ്റി കാണിക്കുന്നത്? ഇയാളല്ല അല്ലേ? ഇതെത്രയേ ഉള്ളൂ? ഒരു 10ൻ്റെ താഴെ വരുന്നുള്ളൂ. ഇനി ഇയാളാണോ? അതൊരു 20ൻ്റെ താഴെ വരുന്നുള്ളൂ. ഇയാളാണോ? ഇയാളൊരു 30നും 40ൻ്റെ ഇടയിലാണ് വരുന്നത്. ഇയാളാണോ? യെസ്, ഏകദേശം 50 വരുന്നു. ഇയാളേക്കാൾ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? ഇനി ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഗ്രീൻ ലൈന് കാണിച്ച ആളാണ് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് എന്ത് അറ്റ് 30 ഡിഗ്രി മാക്സിമം സൊല്യൂബിലിറ്റി കാണിക്കുന്നയാൾ. മനസ്സിലായോ മക്കളെ? അടുത്തത്, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി in the solubility of sodium chloride compared to other salt? അല്ലേ? മറ്റ് സാൾട്ടുകളെ, മറ്റ് ലവണങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ ബാക്കിയെല്ലാം മായ്ക്കാണ്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഇയാൾക്ക് എന്തില്ല? പ്രത്യേകിച്ച് ഒരു വികാരവുമില്ല. ഇയാൾ എന്താണ്? നിർവികാരനായ ജീവിയാണ്. അപ്പോൾ ടെമ്പറേച്ചർ എത്ര കൂടിയാലും അയാളുടെ സൊല്യൂബിലിറ്റി പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. സോ സൊല്യൂബിലിറ്റിയുടെ ടെമ്പറേച്ചറുമായിട്ടുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് നമ്മൾ എന്ത് ചെയ്തു? കീറി മുറിച്ച് വ്യക്തമാക്കി പഠിച്ചു. ഇനി ഇതിൽ നിന്ന്, ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ചോദിച്ചോട്ടെ നമ്മൾ പക്കയായിട്ട് ആൻസർ ചെയ്യും. സോ കീപ് ലേണിംഗ്, കീപ് ഗോയിങ് വെൽ. ഓൾ ദി ബെസ്റ്റ്.